മൂന്നാറിൽ ഗോമതി സമരത്തിന്റെ മുദ്രാവാക്യം മാറ്റി. ഒരു തൊഴിലാളി കുടുംബത്തിന് 1 ഏക്കർ ഭൂമി വേണമെന്ന് പുതിയ ആവശ്യമുന്നയിച്ച സമരവേദിയിൽ പുതിയ ഫ്ലെക്സ് ബോർഡ്. സമരത്തിന് തൊഴിലാളികളുടെ പിന്തുണയില്ലാത്ത സാഹചര്യത്തിലാണ് ഗോമതിയും കൂട്ടരും പുതിയ തന്ത്രം പരീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, കൂടുതൽ പൊമ്പളയൊരുമൈ നേതാക്കളും തോട്ടം തൊഴിലാളികളും ഒക്കെ സമരത്തിലെത്തുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെ ആരും എത്താത്ത ഒരു പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ എം എം മണി മാപ്പ് പറയണമെന്ന ആവശ്യത്തോടുകൂടി തുടങ്ങിയ ഗോമതിയുടെ സമരത്തിന്റെ ചുവട് മാറ്റുന്നത്? തീർച്ചയായും സൗമ്യ, മൂന്നാറിലെ പെമ്പിള ഒരുമയുടെ പേരിൽ നടന്ന സമരത്തിന്റെ സ്വഭാവമാണ് മൊത്തത്തിൽ മാറുന്നത്. കഴിഞ്ഞ 21-ന് എം എം മണിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ 22-ന് രാവിലെ മൂന്നാർ നഗരത്തിൽ 4 പേരടങ്ങുന്ന പെമ്പിള ഒരുമൈ എന്ന അവകാശവാദം ഉന്നയിച്ചുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത്. തുടർന്ന് ഇത് സത്യാഗ്രഹത്തിലേക്കും പിന്നീട് അത് നിരാഹാരത്തിലേക്കും മാറിയ ഘട്ടത്തിലെല്ലാം ഇവർ ഉന്നയിച്ചിരുന്ന 2 കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഒന്ന്, മണി മൂന്നാറിലെത്തി പെമ്പിള ഒരുമയുടെ പ്രവർത്തകരോട് മാപ്പ് പറയുക, മറ്റൊന്ന് രാജിവെക്കുക എന്നീ 2 ആവശ്യങ്ങൾ മാത്രമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. തൊഴിലാളി പെമ്പിള ഒരുമയുടെ പേരിലാണ് തങ്ങൾ സമരം നടത്തുന്നത് എന്ന് പോലും അവർ പറയുകയുണ്ടായി. എന്നാൽ പെമ്പിള ഒരുമയുടെ പ്രസിഡന്റ് ലിസി സണ്ണി ഇക്കാര്യം നിഷേധിക്കുകയും പെമ്പിള ഒരുമ അല്ല സമരത്തിൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ എല്ലാം തന്നെ വലിയ പിന്തുണ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ സമരം 4ാം ദിനത്തിലേക്ക് പിന്നിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു തോട്ടം തൊഴിലാളിയെ പോലും, ഒരു സ്ത്രീ തൊഴിലാളിയെ പോലും ഇവർക്ക് സമരപന്തലിലേക്കോ ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എത്തുകയുണ്ടായില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അവരുടെ പെമ്പിള ഒരുമയുടെ ഒരു പ്രഖ്യാപനം നടത്തി എന്നുള്ള പേരിൽ ഒരു ഫ്ലെക്സ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ പുതിയ ആവശ്യങ്ങളാണ് നിരത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ആവശ്യം, ഒരു തൊഴിലാളി കുടുംബത്തിന് 1 ഏക്കർ ഭൂമി നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണ ഭൂസമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ആവശ്യങ്ങൾ കേരളം ഉന്നയിച്ച് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ വേഗത്തിൽ തന്നെ തങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചറിവുകൾ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തോട്ടം സ്ത്രീ തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പുതിയ ഭൂമി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് മാറുന്നത്. ഒപ്പം തന്നെ സ്ത്രീയെ അവഹേളിച്ചു, സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞു എന്ന് പറഞ്ഞുള്ള മറ്റൊരു രാജിവെക്കണമെന്ന മറ്റൊരു ആവശ്യം മുൻപിലേക്ക് നിർത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ അവർ പിന്നാക്കം പോയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മന്ത്രിയുടെ പ്രസംഗം സ്ത്രീ തൊഴിലാളി ദളിത് വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ദളിത് വിരുദ്ധ ഒരു മുന്നേറ്റം ഈ സമരത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ചില കുതന്ത്ര ബുദ്ധികളുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 600 രൂപ മിനിമം കൂലിയും 20% ബോണസും പുതുതായി വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരം ബോണസും കൂലിയും സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായ പെമ്പിള ഒരുമ എന്ന സമരത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. അത്തരത്തിൽ ബോണസും കൂലി പ്രശ്നം കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും സമരത്തിന് ലഭിക്കാതിരിക്കുന്ന പിന്തുണ അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഭൂമി വാഗ്ദാനവും ഒപ്പം തന്നെ ബോണസ് വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് പുതിയ മുദ്രാവാക്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആവശ്യങ്ങളിൽ നിന്നും പിന്നാക്കം പോയത് സമരത്തിന്റെ പരാജയമായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഗീതാനന്ദന ഉൾപ്പെടെയുള്ള ദളിത് സംഘടനാ നേതാക്കന്മാരും ഭൂസമരത്തിൽ മുൻപ് പങ്കെടുത്ത് പല സമരങ്ങളുടെയും നേതൃത്വം വഹിച്ച ഗീതാനന്ദന ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റെഡ് ഫ്ലാഗ് പ്രവർത്തകർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വേദിയിലെത്തി പ്രസംഗിച്ചത് മുഴുവൻ ദളിത് വിഭാഗത്തിന് ഭൂമി ലഭിക്കുന്നില്ല, ടാറ്റയും ഹാരിസണും കണക്കുള്ള വലിയ കമ്പനികൾ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു, അവരിൽ നിന്നും ഇത് പിടിച്ചെടുത്ത് തൊഴിലാളികൾക്കും ദളിത് തൊഴിലാളികൾക്കും നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച
സംഘടനാ നേതാക്കന്മാരുടെ പ്രസംഗം തന്നെ ഇതിനു മുമ്പ് തന്നെ ഈ ബോർഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് വളരെ യാദൃച്ഛികമാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ആവശ്യത്തിൽ നിന്നും പിന്മാറ്റവും പുതിയ ആവശ്യം മുൻപോട്ട് വെക്കലുമാണ് ഈ സമരം കൊണ്ടുപോകാൻ ഇനി ഏക മാർഗമെന്ന തിരിച്ചറിവ് കൂടിയാണ് ഇത്തരം ഒരു പഴയ ആവശ്യത്തിൽ നിന്നും പിന്നോക്കം പോയി സമര രീതിയിലേക്ക് സമരത്തെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇവിടെ ഗോമതി ഉന്നയിച്ചിരുന്ന ആവശ്യത്തിന്മേൽ മാത്രമല്ല ഗോമതി നടത്തുന്ന ഈ ആദ്യഘട്ട ആ സമരത്തിന്റെ ഉദ്ദേശം പോലും ലിസി സണ്ണി അടക്കമുള്ളവർ എതിർത്തിരുന്നു. അതായത് ഗോമതി സ്വയം ഉയർന്നു വരാൻ വേണ്ടി ചില രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ ഏറ്റുപിടിക്കുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു പെമ്പളയൂരുമയിൽ അഭിപ്രായമുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു തന്ത്രം പയറ്റുന്നുവെങ്കിലും അതായത് തൊഴിലാളികൾക്ക് ഭൂമി എന്ന രീതിയിലേക്ക് ഈ സമരത്തിന്റെ സ്വഭാവം മാറ്റുമ്പോഴും പെമ്പളയൂരുമയിൽ ഗോമതിയോടുള്ള ഈ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിയാക്ഷനുകൾ ലഭ്യമാണോ ലെസ്ലി? തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മോട് സംസാരിച്ച തോട്ടം സ്ത്രീ തൊഴിലാളികൾ അവരും ഇക്കാര്യം തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് പെമ്പിളയൂരുമ സമരമല്ല, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രശ്നം വീടും സ്ഥലവും ആവശ്യമാണ്. സർക്കാർ അതിനു വേണ്ട നടപടിയാണ് കൈക്കൊള്ളേണ്ടത് എന്ന ആവശ്യമാണ് തോട്ടം തൊഴിലാളികൾ പണിസ്ഥലങ്ങളിൽ നിന്നും സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുകയുണ്ടായത്. ഇപ്പോൾ നടക്കുന്ന സമരം തികച്ചും ദുരുദ്ദേശപരമായി ഗൗതമിക്ക് ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് തോട്ടം സ്ത്രീ തൊഴിലാളികൾക്ക് ആകെയുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിൽ സ്ത്രീ തൊഴിലാളികളുടെ അഭിപ്രായമായി ഉയർന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ സമരത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ സംഘടനാ പ്രസിഡന്റ് കൂടിയായ ലിസി സണ്ണി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഗൗതമി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട്, ആ താല്പര്യത്തിന് വേണ്ടിയാണ് ഗൗതമി ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് തൊഴിലാളികളെ വലിച്ചിഴക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് നാളിതുവരെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾക്കാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി പിന്നാക്ക വിഭാഗത്തിനും ദളിത് വിഭാഗത്തിനും ഭൂമി നൽകുന്നതിന് ഒരു പ്രത്യക്ഷ സമരത്തെ അനുകൂലിക്കുന്ന നയമല്ല കോൺഗ്രസിനുള്ളത്. സർക്കാർ തലത്തിൽ ഭരണതലത്തിൽ വേണ്ട തയ്യാറെടുപ്പുകളോട് ഭൂമി വിതരണം ചെയ്യണമെന്ന നയമാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരികയും KPCC പ്രസിഡന്റ് ഹസൻ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ എല്ലാം തന്നെ ഈ പുതിയ ആവശ്യം മുൻപോട്ടില്ലായിരുന്നു. എന്നാൽ പുതിയ ആവശ്യം ഇവർ മുൻപോട്ട് വെക്കുമ്പോൾ ഈ സമരത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തുടർന്നും ഐക്യദാർഢ്യവും പിന്തുണയും നൽകുമോ എന്ന വലിയ രാഷ്ട്രീയ ചോദ്യം ബാക്കിയും വരുന്നുണ്ട്. എന്തായാലും ഈ സമരത്തെ ഒരു ഭൂസമരമാക്കി മാറ്റാനുള്ള വലിയ ശ്രമമാണ് പിന്നണിയിൽ നടക്കുന്നത്. ഇതിനായുള്ള ചില സംഘടനകളുടെ ചരടുവലിയും ഇപ്പോൾ നമുക്ക് മൂന്നാറിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുന്നുമുണ്ട്. സൗമ്യ, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്.